എല്ലാ ചെക്കൾക്കും പുതിയ വീഡിയോ ഹാർദമായ സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കണ ഒരു ഷവമിയുടെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ആൻഡ്രോയിഡ് ബോക്സും മറ്റു ചാനലിൽ കിട്ടുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ തന്നെ സെക്കൻഡ് ജനറേഷൻ വന്നിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താനാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ സെക്കൻഡ് ജനറേഷൻ. അപ്പോൾ ഫസ്റ്റും സെക്കൻഡ് ആയിട്ടുള്ള ഒരുപാട് വ്യത്യാസവും കാര്യങ്ങളുണ്ട്. അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യം കണ്ടിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇത് ഫസ്റ്റ് സെക്കൻഡ് ആയിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് സെക്കൻഡ് ജനറേഷനാണ്. ഒരുപാട് അടിപൊളി ഫാസ്റ്റ് കിട്ടുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അതേപോലെ ഇതിൽ നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം വീഡിയോ, യൂട്യൂബ് കിഡ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അഡീഷണൽ ഉണ്ട്. അല്ലെങ്കിൽ ആപ്പിൾ TV, ഫസ്റ്റിലെ ആപ്പിൾ TV ഒന്നുമില്ല, സെക്കൻഡ് ആപ്പിൾ TV കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ബോക്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഈ ബോക്സ് വന്ന സമയത്ത് അവിടെ നിന്ന് തന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതല്ലെങ്കിൽ സെക്കൻഡ് ജനറേഷൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവർ തന്നെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കമ്പനിയിലേക്ക് സെക്കൻഡ് ജനറേഷൻ ഇപ്പോൾ നമ്മൾ സ്റ്റാഫിന് വേണ്ടി മേടിച്ചേക്കുന്നതാണ്. ഒരു കമ്പനിയിൽ പ്രൊമോഷൻ വീഡിയോകളോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ കമ്പനിക്ക് വേണ്ടി മേടിച്ചേക്കുന്നതാണ് പ്രോഡക്റ്റാണ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാം, ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കിട്ടുമെന്നുള്ളത് നമുക്കിന്ന് ഓപ്പൺ ആക്കാം. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് കടയിൽ നിന്ന് മേടിച്ചു തന്നെ ഓപ്പൺ ആക്കി ഇതിൻ്റെ ആപ്പും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ പഴയ വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഇത് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സബ്സ്ക്രൈബേഷനും എല്ലാ കാര്യങ്ങളൊക്കെ എങ്ങനെ കിട്ടുമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ മേടിക്കുന്ന കടയിൽ കാണും, ഇല്ല നിൻ്റെ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ മേടിക്കുന്ന കടയിൽ നിങ്ങൾ ചോദിക്കണം. അപ്പോൾ അവരൊക്കെ അറിയത്തില്ലെങ്കിൽ അവർ പറഞ്ഞത് ഇത് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അതേപോലെ ഇപ്പോൾ ബേറിലുള്ളവരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ബേറിൽ ഡ്രാഗൺ സിറ്റി പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ ഞാൻ പുള്ളിയുടെ കോൺടാക്ട് നമ്പർ ഇപ്പോൾ സ്ക്രോൾ ചെയ്ത് ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട്. പുള്ളിയുടെ കോൺടാക്ട് നമ്പർ പുള്ളിയെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അതായത് എവിടെ കിട്ടുന്നതിന് പൈസ കുറച്ച് പുള്ളി നിങ്ങൾക്ക് നമ്മളെ സബ്സ്ക്രൈബ് എന്ന് ചെയ്തിട്ട് അവർ 100% ഉറപ്പായിട്ടുള്ള കേസാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് കഴിഞ്ഞാൽ ഞാൻ വിളിച്ച് പറഞ്ഞ് പുള്ളിയെ കൊണ്ട് കുറപ്പിച്ച് നിങ്ങൾക്ക് അത് തരുന്നതാണ്. അപ്പോൾ പൈസ എത്രയെന്നൊക്കെ നിങ്ങൾ പുള്ളിയുടെ നമ്പർ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ സ്ക്രോൾ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ വിളിച്ച് ചോദിച്ചാൽ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പറഞ്ഞുതരും. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ജനറേഷൻ നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം, ഇതിനോട് എന്തൊക്കെ കിട്ടുമെന്നുള്ളത്. ഇനി നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഈ ബോക്സിൽ എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇത് എന്തൊക്കെ സാധനം അതിൻ്റെ അകത്തുണ്ട്, നമുക്ക് ഒന്ന് ബോക്സ് ഓപ്പൺ ആക്കി നോക്കാം. ഓപ്പൺ ആകുന്ന സമയത്ത് നിങ്ങളിവിടെ കാണാൻ പറ്റും xiaomiയുടെ റിസീവർ കറക്റ്റ് ഒരു മേഖലയിൽ കറക്റ്റായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പഴയ റിസീവറിലാണെങ്കിൽ ഇവിടെ xiaomi എന്ന് എഴുതിയിട്ടില്ല, അവിടെ MI ബോക്സ് എന്നാണ് എഴുതിയേക്കണത്, MI എന്നാണ് എഴുതിയേക്കണത്. അപ്പോൾ പുതിയതിൽ അവർ xiaomi എന്ന് എഴുതിയിട്ടുണ്ട്. അതിനൊക്കെ അതിൻ്റെ ഡിസൈനിലും കാര്യത്തിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്. നിങ്ങളിവിടെ കാണാം xiaomi എന്ന് അടിപൊളി എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നല്ല സ്ലിമ്മായ ഒരു അടിപൊളി ബോക്സാണ്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ തുറക്കുമ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ അകത്ത് ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തേക്കുന്നത്. ഫസ്റ്റിൽ എൻ്റെ ഒരു യൂസർ മാനുവൽ ബുക്കുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കാണാൻ പറ്റുന്ന അതിൻ്റെ ഒരു HDM കേബിളാണ് പിന്നെ അവർ തന്നേക്കണം. അതിൻ്റെ കണക്ട് ചെയ്യാനുള്ള ഒരു HDM കേബിൾ. പിന്നെ അതിൻ്റെ കണക്ട് ചെയ്യാനുള്ള ഒരു അഡാപ്റ്റർ ഉണ്ട്. അഡാപ്റ്ററിൻ്റെ ആംബിയർ എന്ന് വെച്ചാൽ 5.2 വാൾട്ടിൻ്റെ ഒരു അഡാപ്റ്ററാണ്. അതിനൊക്കെ തന്നെ 2.1 ആംബിയറാണ് അതിൻ്റെ ആംബിയർ വരുന്നത്. അതിനുശേഷം പിന്നെ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ റിമോട്ടാണ്. അപ്പോൾ പഴയ റിമോട്ടും പുതിയ റിമോട്ടും ഡിസൈനും കാര്യങ്ങളൊക്കെ എല്ലാം സെയിം ആണ്. പക്ഷേ പുതിയ റിമോട്ടിൽ കുറേ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. നമുക്ക് ആപ്പൊക്കെ എല്ലാം റിമോട്ടിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും. യൂട്യൂബ്, അതിനൊക്കെ നെറ്റ്ഫ്ലിക്സ്, അതിനൊക്കെ ആമസോൺ പ്രൈം വീഡിയോ, അതിൻ്റെ ആപ്പ്, അതൊക്കെ എല്ലാം നമുക്ക് ഈ റിമോട്ടിൽ തന്നെ ഓൺ ആക്കാൻ പറ്റും. പക്ഷേ പഴയലാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിമോട്ട് അതിൽ റിസീവറിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് ആപ്പ് ഓപ്പൺ ആക്കിയ ശേഷം നമുക്ക് പറ്റുള്ളൂ. ഇതിപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് TV ഒന്ന് ഓൺ ആക്കി നോക്കാം. അതൊന്ന് ഇപ്പോൾ നമ്മുടെ TV ഓൺ ആക്കുന്ന സമയത്ത് ഇങ്ങോട്ട് കാണാൻ പറ്റും. 5G ആണ് നമ്മളെ ചാനലിൽ കിട്ടുന്ന ആപ്പ്. അതിന് യൂട്യൂബ്, അതിന് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം വീഡിയോ, അതൊക്കെ ആപ്പിൾ TV, ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് ഇനി 5Gയിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഈ ചാനലിൻ്റെ ആപ്പെല്ലാം ഈ 5G ആണ്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ ഓരോന്ന് മാറുമ്പോൾ നിങ്ങൾ ഡിസ്നി, അതിനൊക്കെ എല്ലാം ഒരുവിധമുള്ള എല്ലാം ആമസോൺ പ്രൈം വീഡിയോ, അതിനൊക്കെ എല്ലാം നമുക്ക് ഇതിൽ കിട്ടുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളെ നോർമൽ ആപ്പ്, അതായത് ലൈവ് TVയിലോട്ട് പോകാം. ഇപ്പോൾ ലൈവ് TV ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 5G, അതേപോലെ TV ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അതിൻ്റെ തന്നെ ലൈവ് എന്ന് എഴുതിയേക്കുന്നതാണ് നമ്മളെ ചാനൽ. അതിനൊക്കെ മൂവീസ് കിട്ടും, നമ്മൾ പുതിയ മൂവീസ്, സ്റ്റോറീസ്, അതങ്ങനെ റീൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടും. നമ്മളിപ്പോൾ TV ഇപ്പോൾ ഓൺ ആക്കുന്ന സമയത്ത് നിങ്ങളിവിടെ കാണാൻ ഇപ്പോൾ ഇവിടെ ലൈവ് TV ഓപ്പൺ ആക്കാൻ പോകുന്നത്. നിങ്ങൾക്കിവിടെ ലൈവ് TV ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. MBC 1, MBC 2, അതിനൊക്കെ ലോകത്തുള്ള എല്ലാ ചാനലും നമുക്കിതിൽ ഈ ഇതെടുക്കുന്ന കൂട്ടത്തിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന മുഖാന്തരം നമുക്ക് അതിനുള്ള എല്ലാ ചാനലും നമുക്ക് കിട്ടുന്നതാണ്. നിങ്ങളിപ്പോൾ ഇവിടെ മേലോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ലോകത്തുള്ള എല്ലാ ചാനലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിൽ നമുക്ക് നമ്മളെ ഇന്ത്യൻ ചാനലിൽ പോകാം. ഇന്ത്യൻ ചാനലിൽ ചെന്നിട്ട് നമുക്കതിൽ മലയാളം, തമിഴ്, ഹിന്ദി, അങ്ങനെ വേണമെങ്കിൽ ഇവിടെ നമ്മളിപ്പോൾ ഇന്ത്യൻ ചാനൽ വന്നിട്ടുണ്ട്. ഇന്ത്യൻ ചാനൽ ഇങ്ങോട്ട് കാണാം. ഇന്ത്യൻ ചാനൽ അതിൽ പഞ്ചാബി, അതിനൊക്കെ
ഇന്ത്യൻ ന്യൂസ്, മലയാളം, തമിഴ്, അതുപോലെ എല്ലാ ചാനലും നമുക്ക് എല്ലാ ലാംഗ്വേജിലുള്ള ചാനലും നമുക്കിവിടെ കാണാൻ പറ്റും. ഞാൻ ഇപ്പോൾ മലയാളം ഓണാക്കിയിട്ടുണ്ട്. മലയാളം ഓണാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഏഷ്യാനെറ്റ് ന്യൂസ്, ഏഷ്യാനെറ്റ് പ്രസ്, അമൃത TV, അതിനൊക്കെ തന്നെ ഫ്ലവേഴ്സ് TV, അതേപോലെ സൂര്യ TV, കൈരളി TV, അങ്ങനെയുള്ള എല്ലാ ചാനലും നമുക്ക് ഇതിൻ്റെ കിട്ടുന്നതാണ്. നമ്മളിപ്പോൾ 15 മാസത്തേക്കാണ് ഞാൻ ഇപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ആ പൈസയിൽ 15 മാസത്തെ ഒരു നഷ്ടം വരില്ല. എന്ന് വെച്ചാൽ നമുക്ക് മൂവീസ് കിട്ടും, അതിനൊക്കെ തന്നെ ഈ ചാനലെല്ലാം കിട്ടും. പിന്നെ 15 മാസം കഴിഞ്ഞ് നമുക്ക് റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ കുറച്ചൊരു 1000 രൂപയ്ക്ക് താഴെ ഇതിൻ്റെ റീചാർജ് അടുത്ത 15 മാസത്തിലേ ആവുള്ളൂ. അതിനൊക്കെ നമ്മൾ ഈ ആമസോൺ പ്രൈം വീഡിയോ അതൊക്കെ നമ്മൾ വേറെ പൈസ കൊടുത്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ കൂടെ തന്നെ ഒരു വിധമുള്ള മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ് എല്ലാ ചാനലിൻ്റെ കൂടെ എല്ലാ വീഡിയോകളും അതായത് എല്ലാ മൂവീസും നമുക്ക് ഇതിൻ്റെ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ അടുത്ത് ബെല്ലൈക്കൻ ആളാക്കിടാനും മറക്കരുത്. അതൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കാണുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ കൂട്ടുകാർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ജനറേഷൻ ഉണ്ട്, നിങ്ങൾ കാണാത്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കയറി വാച്ച് ചെയ്യുക. അപ്പോൾ നല്ല വർക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം.